സേഠ്ജി അമർത്തി ഒന്ന് മൂളി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്കെല്ലാം സുഖമാണോ? ഭഗവാന്റെയും അവിടുത്തെയും കൃപ കൊണ്ട് അതെ. അതു മതി. ബെഹൻ മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു. ചില ഗോപികമാർ കൂറുമാറുന്നു. നിരക്ക് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമാകുമെന്ന അഭിപ്രായം ഭയപ്പാടോടെ ബെഹൻ അവതരിപ്പിച്ചു. ഗ്രാമത്തിൽ നിന്നു പോരുമ്പോൾ വീടുകളിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടതുണ്ട്. മദ്യം കിട്ടുന്നതുകൊണ്ട് മാത്രം കൂറുമാറുന്നവരുമുണ്ട്. ഇങ്ങനെയാണ് 17 പേർ പോയത്. ഇനിയും ചിലർ പോയേക്കാം. ഗ്രാമത്തിൽ നിന്ന് ഭഗവാനെ വിവാഹം കഴിച്ചാണ് ഗോപികമാർ വരുന്നത്. തലമുറകളായുള്ള ഏർപ്പാടാണ്. ലീലാലയത്തിൽ കഴിയുന്ന വർഷങ്ങൾ സമ്പാദ്യമുള്ള വർഷങ്ങളാണ്. ഈയിടെയായി ഗോപികമാരിൽ ചിലർ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ രഹസ്യബന്ധങ്ങളിൽ ഏർപ്പെടുന്നു. ലീലാലയത്തിൽ നിന്ന് പുറത്തു കടന്നതിൽ പിന്നെ മാത്രമേ മുൻകാലങ്ങളിൽ വിവാഹം കഴിക്കാറുള്ളൂ. അതും കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള ബന്ധം മാത്രം. ഗോപികമാരുടെ അടുത്ത തലമുറ വേണമല്ലോ. ലീലാലയത്തിലേക്ക് വരുന്നവരുടെ എണ്ണം ചുരുങ്ങിയിരിക്കുന്നു. കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന മറ്റിടങ്ങളിലേക്കാണ് അവർ ഇപ്പോൾ ആദ്യമേ പോകുന്നത്. കാലക്രമത്തിൽ ബെഹൻ കണ്ണു നിറച്ചു. ഭഗവാന്റെ കാര്യം നടക്കട്ടെ, സേഠ്ജി പറഞ്ഞു. ശമ്പളത്തിൽ ആവശ്യമായ വർധനവ് വരുത്തൂ. ബെഹൻ തലയാട്ടി. ബെഹൻ പിന്നെയും പോകാതെ നിന്നു. സേഠ്ജി നീട്ടി മൂളി. ബെഹന്റെ മുഖത്ത് നേർത്ത നാണം. ഒരു ടേപ്പ് റെക്കോർഡർ വേണം. നൃത്തവേദിയിൽ പാട്ടുവെച്ചാൽ ആകർഷകമായിരിക്കും. മീരാ മുത്തശ്ശിയുടെ കാലം കഴിഞ്ഞാൽ പാടാൻ ആരുമില്ല. നന്നായി പാടിയിരുന്ന കരുണിമ കൂറുമാറിപ്പോയി. പുറത്തു കാണാതെ വല്ലിടത്തും ഒളിപ്പിച്ചു വെച്ച് പാടിച്ചു കൊള്ളാമെന്ന് ബെഹൻ പറഞ്ഞു. തിരശ്ശീലക്കപ്പുറത്തിരുന്ന് ആരോ പാടുകയാണെന്നേ തോന്നൂ. സിനിമാ പാട്ടുകൾ പാടിക്കുകയില്ല. വേണോ? സേഠ്ജി ചോദിച്ചു. വേണ്ട എന്നു തന്നെയായിരുന്നു അതിന് അർത്ഥം. ബെഹൻ പറഞ്ഞു, വേണ്ട. അത്രയും കൊണ്ടെങ്കിലും കൂടിക്കാഴ്ച അവസാനിക്കുമെന്നാണ് സ്വാമി കരുതിയത്. ബെഹൻ പിന്നെയും നിന്നു. സേഠ്ജി വീണ്ടും മൂളി. ബെഹൻ വളരെ വിഷമിച്ചാണ് പറഞ്ഞത്, ഗ്രാമത്തിലേക്ക് തിരികെ പോകാൻ അനുവാദം വേണം. കാലശേഷം ഗ്രാമത്തിൽ കഴിയാൻ അനുവദിക്കണമെന്നുകൂടി ബെഹൻ പറഞ്ഞൊപ്പിച്ചു. ആലയം ആർ നോക്കും? ഭാമയെ ഏൽപ്പിക്കാം. മതിയോ? മതിയാവും.